Boult 161 Pro ന്റെ ഓവ്യൂ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടേ മനസ്സിലാകും. ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയർബഡുകൾ കാണാനായിട്ട് 181 പോലെ ഉണ്ടെന്നുള്ളത്. 181 പോലെയല്ല, അത് തന്നെയാണ്. സെയിം ആ ഒരു ഡിറ്റോ കോപ്പി. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ, അതായത് 161 പ്രോവിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ ഇന്ന് വൈകിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാവേ. അതിന് മുന്നേ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിനെത്തിയ ബോൾട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് സ്ട്രൈക്കർ പ്രോവിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇതിന്റെ സ്പെക് വൈസ് നമ്മളിത് വാങ്ങിച്ച വത് ബൈങ് ആകോ ഇല്ലയോ എന്നാണ് പറയുന്നത്, അല്ലാണ്ട് അൺബോക്സിംഗ് അല്ല. കൂടാതെ ഈ ഒരു വാച്ചിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഞാനും 2499 എന്നുള്ള ഈ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ റേറ്റിന് അങ്ങോട്ട് വാങ്ങിക്കുന്നതാണ്. ഇന്നലെ വരെ 2299 കാണിച്ചത്, പക്ഷെ പെട്ടെന്ന് ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് 2499 മാറി. എന്താണ് അതിന്റെ റീസൺ എന്ന് അറിയത്തില്ല. സ്ട്രൈക്കർ ഇറങ്ങി, സ്ട്രൈക്കർ പ്ലസ് ഇറങ്ങി, അപ്പോൾ ആ സീരീസിലുള്ള സ്ട്രൈക്കർ പ്രോയാണ്. അപ്പോൾ ഇത് എന്തായാലും ഇത് ഇറങ്ങുമ്പോഴത്തേക്ക് സ്പെഷ്യൽ ആയിട്ട് 2 ഓഫേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ലോഞ്ച് ഡേയിൽ, അതായത് ഇന്ന് നിങ്ങളിത് വാങ്ങിക്കുവാണെങ്കിൽ ബോൾട്ട് സ്ട്രൈക്കർ പ്രോ ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ നമ്മളിൽ 500 പേർക്ക് ബോൾട്ടിന്റെ ഇയർബഡായ X10 വെറും 1 രൂപയ്ക്ക് 1299 നോർമൽ റേറ്റ് 1 രൂപയ്ക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 ഓർഡറിൽ 10ാമത്തെ ആക്കായിരിക്കും. അതുപോലെ ആയിരിക്കും നമുക്ക് എന്താ പറയുക 1 രൂപയ്ക്ക് ആ ഒരു ഭാഗ്യശാലിക്ക് കിട്ടുന്നത്. പിന്നെ ഇതൊക്കെ എത്ര പേർക്ക് കിട്ടും, അല്ലെങ്കിൽ ഇതൊക്കെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ 1 രൂപയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഡിസ്പ്ലേ തന്നെയാണ് ആദ്യം ഇതിലെടുത്ത് പറയേണ്ടത്. 1.43 ഇഞ്ചിന്റെ റൗണ്ട് ഡയൽ അമോലഡ് ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുന്നത്. അമോലഡ് ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിനകത്ത് അവൈലബിൾ ആണ്. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു വാച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ UA ഒക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. 750 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണുള്ളത്. സോ അത്യാവശ്യം നല്ല സണ്ണി ഡേയ്സിൽ പോലും നല്ല രീതിക്ക് വിസിബിൾ ആകും എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. കൂടാതെ 466x466 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്രൗൺ എന്ന് പറയുന്നത് ജസ്റ്റ് ബട്ടണായിട്ടല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്കത് ഫങ്ഷണൽ ക്രൗൺ, അതായത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ പറയുക മെനു ഇതൊക്കെ അങ്ങോട്ട് മാറുകയൊക്കെ ചെയ്യുന്നതാണ്. 3 ഡിസൈനിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു വാച്ച് ലഭ്യമാകുന്നത്. ക്രൗൺ ആർ പ്രോയിലേക്ക് ഉള്ളതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയിനോട് കൂടിയിട്ട് അവൈലബിൾ ആണ് ഒരു ഓപ്ഷൻ. ഇതിലിപ്പോൾ ബ്ലാക്ക് മെറ്റലാണ്, ഡയൽ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാക്ക് കളർ ഇടുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. കൂടാതെ ഡ്യുവൽ ടോൺ സിലിക്കൺ സ്ട്രാപ്പോട് കൂടിയിട്ടും ബ്ലൂവും ഗ്രീനിലും ഒക്കെ അവൈലബിൾ ആണ്. എന്തായാലും 22 mm ആണ് സ്ട്രാപ്പ് സൈസ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിലുള്ള സ്ട്രാപ്പുകൾ ഇതിലേക്ക് കൊണ്ടുവരാം. ഉറപ്പായിട്ടും മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZStore എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്ട്രാപ്പുകൾ ആയിക്കോട്ടെ, അതല്ല സ്ക്രീൻ ഗാർഡ്സ് ആയിക്കോട്ടെ, എല്ലാം ലഭ്യമാകുന്നതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക DeepZStore. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 5.1ന്റെ ഡ്യുവൽ ചിപ്പ് ബ്ലൂടൂത്ത് കോളിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് വിളിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ സിങ്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വാച്ചുകളിലും കാണാൻ സാധിക്കുന്ന പോലെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും, കൂടാതെ 120+ സ്പോർട്സ് മോഡ്സ് അവൈലബിൾ ആണ്. 150+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു വാച്ച് ഫേസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 150 ആണെങ്കിലും 1500 ആണെങ്കിലും നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ ഫോട്ടോ ഇടുന്നെങ്കിൽ ഇതൊന്നും നമ്മൾ നോക്കാനേ പോകുന്നില്ല. കൂടാതെ സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ വെതർ, എല്ലാം തന്നെ, അതായത് ഇതൊക്കെ തന്നെ കൂടുതൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാ വാച്ചുകളിലും ഇതുണ്ട്. അതേപോലെ തന്നെ AI വോയിസ് അസിസ്റ്റൻസ് അവൈലബിൾ ആണ്. IP67 വാട്ടർ റെസിസ്റ്റന്റ് ഉണ്ട്. സോ ഡസ്റ്റ് പ്രൂഫ് ആണ്. അതേപോലെ തന്നെ IP67 എന്ന് പറയുമ്പോഴത്തേക്ക് 1 മീറ്റർ വരെ 30 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ മുക്കി വെക്കാം. എന്നാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 15 മാസം, നമുക്ക് 1 വർഷമല്ല 15 മാസം വാറന്റി ഉണ്ടെങ്കിൽ പോലും വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ ഫൈൻഡ് മൈ ഫോണും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു വാച്ചിൽ നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 2499 ഒരു സ്ട്രൈക്കർ പ്രോ വാങ്ങിച്ച വത് ബൈങ് ആകോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എന്താ പറയുക, ബോൾട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് വേണം, അമോലഡ് ഡിസ്പ്ലേ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഫങ്ഷണൽ ക്രൗൺ ആയിരിക്കണം. ഇത്രയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ, പിന്നെ ആ ഒരു മെറ്റൽ ഫ്രെയിമാണ്, എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 2499 ഇത് വർത്തുന്നുള്ളിൽ വേറൊരു സംശയമില്ല. പിന്നെ ഇന്നലെ എന്താ പറയുക 2299 കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇന്ന് 2499 ആയെന്ന് അറിയത്തില്ല. 2300 രൂപ കിട്ടിയെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ലാഭകരമായി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളായിരുന്നു. ഉറപ്പായിട്ടും വീണ്ടും പറയാനുള്ളത്, ഈ ഒരു വാച്ചിന് അൺബോക്സിംഗ് ആൻഡ് നമ്മുടെ ചാനലുണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.